ആക്ഷേപത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ കേസിൽ ഷിംജിത മുസ്തഫ അറസ്റ്റിലായിരിക്കുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അതേ, സമൂഹ മാധ്യമത്തിൽ അപകീർത്തിപ്പെടുത്തി അല്ലെങ്കിൽ അത്തരത്തിൽ ബസ്സിൽ വെച്ച് അപമര്യാദയായി പെരുമാറി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ ചിത്രീകരിക്കുകയും അത് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിലാണ് ഷിംജിത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. സംഭവത്തിൽ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപക് സ്വയം ജീവനെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. തുടർന്ന് ദീപകിന്റെ കുടുംബം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വടകരയിൽ വെച്ചാണ് ഷിംജിത്തെ പിടികൂടിയിട്ടുള്ളത്. ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. കേസെടുത്തതിന് പിന്നാലെ 108 പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. അപ്പോൾ ഇവർ ഒളിവിൽ പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടം തൊട്ട് തന്നെ ഇവരെ കൃത്യമായും കസ്റ്റഡിയിൽ എടുക്കണം, അല്ലെങ്കിൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും, അതായത് ദീപകിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലാണ്. ദീപകിന്റെ മരണത്തിന് ശേഷം ആദ്യഘട്ടത്തിൽ ഒരു അസ്വാഭാവിക മരണത്തിന് സ്വയം ജീവനൊടുക്കിയത് കൊണ്ട് തന്നെ അസ്വാഭാവിക മരണത്തിനായിരുന്നു ആദ്യഘട്ടത്തിൽ കേസെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് പോരാ, ഇവർക്കെതിരെ ഈ വീഡിയോ പ്രചരിപ്പിച്ച ഷിംജിതക്കെതിരെ തന്നെ നിയമ നടപടി സ്വീകരിക്കണമെന്ന കുടുംബം, അതോടൊപ്പം തന്നെ ദീപകിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ BNS 108 പ്രകാരം കേസെടുക്കുകയുമായിരുന്നു. ഈ കേസെടുത്തതിന് തൊട്ടു പിന്നാലെ ഷിംജിതയെ വടകരയിലെത്തി അവരുടെ വീട്ടിലെത്തി പോലീസ് സംഘം, അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇവർ ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. തുടർന്ന് അന്വേഷണ സംഘം ഇവർക്കെതിരായി പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിരുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ഈ ഷിംജിതയുടെ മൊബൈൽ ഫോൺ തന്നെയാണ്. ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടായിരുന്നു ഇവർ ഈ ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഈ ബസ്സിനുള്ളിൽ വെച്ചിട്ട് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും അത് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന്റെ കുടുംബ മാധ്യമങ്ങളെ കാണുന്നു. എന്റെ ആഗ്രഹം അവളെ പിടിച്ച് അതിന് തക്ക ഇത് കൊടുക്കണം. ഇനി ആരും ഇങ്ങനെ അനുഭവിക്കാൻ പാടില്ല. അത്ര വേദന അനുഭവിച്ചിട്ടാണ് ഞാൻ നിൽക്കണമെന്ന് 4 ദിവസം എൻ്റെ കുട്ടീൻ്റെ മുഖം ഞാൻ കണ്ടിട്ട്. ആകെ ഒരു കുട്ടിയാണ് എനിക്കുള്ളത്. ഒന്നും ഒരു പാവം കുട്ടിയാണ്. ഒരാളോട് ഒരു ചീത്ത തരത്തിന് എൻ്റെ ഇതുവരെയായിട്ട് പോയിട്ടില്ല. ഈ പോലാന്നും എനിക്കറിയാം. എല്ലാവരും അവനെ അറിയണവരും എന്നെ അറിയണവരും. ഞാൻ തളിയമ്പലത്തിലെ മെമ്പറാണ്, വെടി മെമ്പറാണ്. എല്ലാവർക്കും അറിയാം എൻ്റെ മോന്. ഞാൻ അവിടെ പോയി അവനെ വിളിക്കാൻ വരിക. അവിടെയുള്ള ആൾക്കാർക്ക് ഇതപ്പോഴും പോയതും കൂടി തളിയമ്പലത്തിലെ ആൾക്കാർ അവരൊക്കെ ഷോക്കായി പോയി കേട്ടോ. എൻ്റെ കുട്ടിക്ക് അങ്ങനത്തെ ഒരു ചീത്ത സ്വഭാവമേ ഇല്ല. അമ്മനെയും അച്ഛനെയും എന്താ വിട്ട് എൻ്റെ മോന് സഹിക്കാൻ പറ്റാതെ അതിനെ കൊണ്ട് പോയതാ. അല്ലാതെ അമ്മനെ അച്ഛനിട്ട് എൻ്റെ മോൻ പോവില്ല. എനിക്കറിയാം. എന്താ പറയാ, അങ്ങനെ പോലീസിന്റെ ഇതാണല്ലോ. ഒരു കംപ്ലൈന്റ് കൊടുത്ത് പോലീസ് അത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരാണല്ലോ നോക്കുക. അതിന് കോടതി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങളിപ്പോൾ ഒരു വക്കീലിനെ വെച്ചിരിക്കണ്. അത് KP രാജഗോപാലൻ വക്കീലാണ്. ഇന്നലെ വക്കാലത്ത് കൊടുത്തതാണ്. ഞങ്ങൾ സുപ്രീം കോടതി വക്കീലാണ്. നീതി കിട്ടണ ശിക്ഷ കിട്ടി അവർ കറക്റ്റ് ചെയ്യണോ? ഇവർക്ക് ആകെപ്പാടുള്ളത് ഒരൊറ്റ മോനുണ്ടത്. ഇവർ രണ്ടാളിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു വരുമാനമോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് ഇവർക്ക് ഗവൺമെൻറ് ഭാഗത്തു നിന്നിപ്പോൾ വന്നപ്പോൾ സാറ് പറഞ്ഞു എന്താ വേണ്ടി നമുക്ക് ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. ഇവരവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ഓരോ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. ഇവരെന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടിയാണ് നമ്മുടെ മനസ്സിനുള്ളിൽ ഇപ്പോൾ എല്ലാവർക്കും. ഒറ്റക്കിട്ട് പോകാൻ ആർക്കും പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കണം. ഇവിടെ ഒരിക്കലും പുറത്തിറക്കാൻ പാടില്ല. അവിടെ കിട്ടിയിട്ട് നല്ല ഇതിൽ ഇവിടെ ശിക്ഷ അനുഭവിക്കണം. ഇവിടെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പാടില്ല. ഇനി ഇങ്ങനത്തെ ഒരു കുറ്റം അവർക്ക് വേറെ അച്ഛനമ്മയ്ക്കും വരാൻ പാടില്ല. എന്താ ഇത് എനിക്കിങ്ങനെ വാക്ക് കിട്ടുന്നില്ല. അങ്ങനെ പറയാൻ കണ്ടില്ല. ഇത്ര പറഞ്ഞ് ഇങ്ങനെ കുട്ടികൾ പറഞ്ഞു തരും എന്താ വേണ്ടതെന്നുള്ളത്. അവളെ പുറത്ത് വിടരുത്, അവൾക്ക് നീതി കിട്ടരുത്. അവളെ ജീവപര്യന്തം തടവിലിടണം. അവളെ പുറത്തേക്ക് വിടുകയും ചെയ്യരുത്. അവൾ പിടിച്ചിട്ട് ഞങ്ങളെ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരിച്ച് ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വാക്കുകൾ അവളോട് പറയാനുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ മുന്നിലേക്ക് അവളെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് ഏതായാലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല ഞങ്ങൾക്കറിയാം. പക്ഷെ അവളും കൂടെ ഒന്ന് വേദന അനുഭവിക്കേണ്ടിയിരുന്നു. വഴി നിങ്ങൾ ചെയ്തു തരാൻ പറ്റിയെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു. അവൾക്ക് എന്തായാലും ജയിലിൽ പെട്ടാലും ഞങ്ങൾ പുറത്തേക്ക് അവളെ വിടരുത്. കാരണം ഇനിയും പാവം പിടിച്ച
പുരുഷന്മാർ ഇനിയും കുട്ടികളും ഇനിയും ഉണ്ടാവും. ഇതേമാതിരത്തെ സ്ത്രീകളെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതേമാതിരി അച്ഛനും അമ്മമാരും നീതി കുടുങ്ങിപ്പോവും. അതുപോലെ അതുകൊണ്ട് അവൾക്ക് ഇനി അങ്ങനെ ഒരു ഇതുണ്ടാവരുത്, ഇങ്ങനത്തെ സ്ത്രീകൾ ഇനി ലോകത്തുണ്ടാവരുത്. നമ്മൾ സ്ത്രീകൾ തന്നെയാണ്, പക്ഷേ ഇങ്ങനത്തെ സ്ത്രീകൾ ഇനി ഉണ്ടാവാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അവളെ കൊണ്ടുവന്ന അത്രയും നന്ദി. ഞങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് കാണ്ടിയിരുന്നു. ഞങ്ങൾ മൊബൈലിൽ കണ്ടിട്ടുള്ള ആളെ നേരിട്ട് കണ്ടിട്ടില്ല. അതൊന്ന് കണ്ടാൽ നന്നായിരുന്നു. അതിനൊരു ഇതുണ്ടായിരുന്നു. അവൾക്ക് അച്ഛനും അമ്മനെയൊന്ന് കാണിച്ച് ഞങ്ങളെ കുടുംബത്തിനൊന്നും കാണണ്ട. അവൾക്ക് എങ്ങനെയാണ് കുടുംബം എന്ന് അവൾക്ക് അറിയണ്ടേ, അച്ഛനും അമ്മയും. അവൾ അങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായിരുന്നു. നിധി കിട്ടുന്നപ്പോൾ ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിടിച്ചു എന്നല്ല പറയണത്. ഇനിയിപ്പോൾ അവരെന്താ ഇതാക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കോടതി തീരുമാനിക്കാൻ മാതിരിയാണല്ലോ. കോടതി പറഞ്ഞ ജാമ്യത്തിൽ വിട്ടാൽ പോയില്ലേ, ജാമ്യത്തിൽ അവരെ വിടാൻ പാടില്ല. ഒരിക്കലും ഒരു കാരണവശാലും അവളെ ജാമ്യത്തിൽ വിടാൻ പാടില്ല. ജാമ്യത്തിൽ വിട്ടാലാണ് പിന്നെ പിടിച്ചെന്ന് പറഞ്ഞ് നാളെ പറയണ അവളെ ജാമ്യത്തിൽ വിട്ടെന്നല്ല പോയില്ലേ, പിന്നെ അതിലെ വകുപ്പും മറ്റേതൊക്കെ പോയി. ഈ ഇതിൽ തന്നെ ഓള് കഠിന ശിക്ഷ കൊടുത്തിട്ട് ഓളെ ലോകപ്പിലാക്കണം. ഓളെ ഒരിക്കലും ജയിലിൽ നിന്ന് വിടാൻ പാടില്ല. നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അഭിഭാഷകനുണ്ടാകും? ഞങ്ങൾ വക്കീലിനെ അവിടെ ഏർപ്പാട് ചെയ്തേക്കണേ. ഞങ്ങളിപ്പം KP രാജാപുരം വക്കീലിനെ വക്കാലത്ത് ഇന്നലെ കൊടുത്ത് സാറിന്ന് അറ്റൻഡ് അവിടെ കോടതിയിൽ ഇതാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ കമ്പനി വക്കീലിനാണ്ട് വിട്ടുകൊടുത്ത് വക്കീലിൻ്റെ കാര്യങ്ങൾ വക്കീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിട്ടുകൊടുത്ത വക്കീലിന്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് മൂപ്പരെ ഞങ്ങൾ എല്ലാവരും ആക്കി കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് അറിയണ ഒരു വക്കീലാണ്, സുപ്രീം കോടതി വക്കീലാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കൊടുത്തത്.